പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതെന്താണ് എന്നുള്ളത്. പച്ച ആപ്പിളാണിത്. പച്ച ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ആപ്പിൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊന്നും കളയാതെ തന്നെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുകയാണ്. തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയല്ല ഇട്ടിട്ടുള്ളത്, അങ്ങനെ തീരെ പൊടിയായിട്ട് ഇടരുത്, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്കിനി തൊലി ഇഷ്ടമല്ലെങ്കിൽ ഈ തൊലി എടുത്ത് കളയാം. ഇവിടെ തൊലിയോട് കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ പച്ച ആപ്പിൾ തന്നെ കറിക്ക് എടുക്കണമെന്നില്ല, ചുവന്ന ആപ്പിളും എടുക്കാം. മധുരക്കറി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചുവന്ന ആപ്പിൾ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ ആപ്പിളിന് ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ, പുളിപ്പാണ് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു മൺചട്ടിക്കകത്ത് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നെയ്യ് എണ്ണ ഒഴിക്കണമെന്നില്ല, വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ചൂടായ നെയ്യിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കടുകിട്ട ശേഷം വേണമെങ്കിൽ ഉലുവ ഇടാം. ഉലുവയ്ക്ക് പകരം ഇവിടെ ഉലുവ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഉലുവ പൊടി ഇടുന്ന സമയത്ത് ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണയിൽ കടുക് വറുക്കുന്നതിനേക്കാളും സ്വാദാണ് നെയ്യിൽ കടുക് വറുക്കുമ്പോൾ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി, വെളിച്ചെണ്ണ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ആപ്പിൾ ഇട്ട് 2-3 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക, ആപ്പിൾ വേവാൻ ആവശ്യത്തിനുള്ളത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, എരിവിന് ആവശ്യമായ പച്ചമുളക്, മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ആപ്പിൾ വെന്ത് കിട്ടാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണിത്. പച്ച ആപ്പിളിന് കുറേയേറെ ഗുണങ്ങളുണ്ട്. വിറ്റാമിനുകൾ, ധാതുക്കൾ, പോഷകങ്ങൾ, ഫൈബർ എന്നിവയൊക്കെ പച്ച ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട്. ചുവന്ന ആപ്പിളിൽ ഉള്ളതിനേക്കാൾ മധുരം കുറവും അതേപോലെ നാരുകൾ കൂടുതലുമാണ് പച്ച ആപ്പിളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് എന്നാണ് പറയുന്നത്. നമുക്ക് വീണ്ടും കറി ഉണ്ടാക്കുന്നതിലേക്ക് വരാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അധികം വേവിച്ച് ഉടയ്ക്കൊന്നും വേണ്ട. ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അതിന് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 1/4 ഭാഗം തേങ്ങ, കുറച്ച് ജീരകം, 5-6 മണി കുരുമുളക്, അത് കുറച്ച് വെള്ളവും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജീരകം ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ കുറച്ച് ജീരകമേ ചേർത്തിട്ടുള്ളൂ. ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതലാവുന്നത് ഇവിടെ ഇഷ്ടമല്ല. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് വെന്ത കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അതിനകത്ത് കുരുമുളക് ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാൽ കുരുമുളക് അങ്ങ് കൂടുതലായിട്ട് ഇടാനും പാടില്ല. തേങ്ങ അരച്ചൊഴിച്ച ശേഷം നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഒന്ന് ചൂടായ ശേഷം അതിനകത്തേക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. ഇനി തൈരാണ് ഉള്ളതെങ്കിൽ തൈര് ഉടച്ചിട്ട് അതും ചേർക്കാം. ഇവിടെ ഇപ്പോൾ മോരാണ് ഒഴിച്ചിട്ടുള്ളത്. സാധാരണ മോര് കറി വെക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ കഷ്ണങ്ങൾ നുറുക്കുന്നതും അതേപോലെ കഷ്ണങ്ങൾ വേവിക്കുന്നതും. നേന്ത്രപ്പഴം കറിയൊന്നും വെക്കുന്നത് പോലെ കഷ്ണങ്ങൾ നന്നായിട്ട് വേവിച്ച് ഉടയ്ക്കരുത്. ആപ്പിളിൻ്റെ പുളിപ്പ് അനുസരിച്ച് മോര് ഒഴിച്ചു കൊടുത്താൽ മതി. അധികം പുളിപ്പുള്ള ആപ്പിളാണെങ്കിൽ മോര് അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചുവപ്പ് ആപ്പിൾ വെച്ചിട്ടാണ് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കര ഇടാം. ഒരു മധുര കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. പച്ച ആപ്പിളും ചിലത് കുറച്ച് മധുരം അധികം ഉള്ളതുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പച്ച ആപ്പിൾ ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് മധുരമാണെങ്കിൽ, മധുരക്കറി ഇഷ്ടമുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ചും കൂടെ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദായിരിക്കും. കുറച്ച് കറിവേപ്പിലയും മുകളിലിടുക. അതേപോലെ തന്നെ കുറച്ച് ഉലുവ പൊടിയും കൂടെ ഇടുക. മോരൊഴിച്ച ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് എല്ലാത്തിൻ്റെയും പച്ചച്ചോയ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കാം. നമ്മൾ ആദ്യം കടുക് വറക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉലുവ ഇടാം. ഇവിടെ ഇപ്പോൾ ആദ്യം ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം കുറച്ച് ഉലുവ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. മോരൊഴിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ആകെ മോര് പിരിഞ്ഞു പോകും. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഓഫ് ചെയ്യാം. ഇതിനു മുമ്പ് പച്ച ആപ്പിൾ വെച്ചിട്ട് ഒരു സമ്മന്തി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.